സ്വകാര്യ സർവകലാശാല ബില്ലിൽ നിയമസഭയിലും ആശങ്ക അറിയിച്ച് സിപിഐ. ലാഭം മുൻനിർത്തിയാണ് സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകണമെന്നും സിപിഐ MLA മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. പൊതു സർവകലാശാലകൾക്ക് പകരമായോ ബദലായോ അല്ല കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ വിഭാവനം ചെയ്യുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വ്യക്തമാക്കി. എന്നാൽ ബില്ലിൽ അടിമുടി അവ്യക്തതയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടു. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചെറിയ എമൗണ്ടിൽ കോഴ്സുകൾ വിൽക്കുന്ന തരത്തിൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ നേരിട്ട് പഠിക്കാതെ തന്നെ അവർക്ക് കോഴ്സുകൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. സ്വകാര്യ സർവകലാശാലകൾ പൊതു സർവകലാശാലകൾക്ക് ബദലായോ അവയ്ക്ക് പകരമായോ ഈ സർക്കാർ കാണുന്നില്ല. രാജ്യത്തിന് മാതൃകയാകുന്ന സ്വകാര്യ സർവകലാശാല നിയമമാകും കേരളത്തിൻ്റെത്. ഏറ്റവും മോശമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ബില്ലുകളിൽ ഒന്നാണിത്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ആരെ വേണമെങ്കിലും പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ നിലവാരം എന്തായിരിക്കും എന്ന് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ?